വോട്ടിംഗ് ശതമാനം ഉയർത്താൻ അമേരിക്ക 181 കോടി രൂപ നൽകിയത് ഇന്ത്യയ്ക്കല്ല ബംഗ്ലാദേശിനാണ് എന്ന റിപ്പോർട്ടിനെ ചൊല്ലി വിവാദം. റിപ്പോർട്ട് തള്ളി ബിജെപി നേതാവ് അമിത് മാളവ്യ രംഗത്ത് വന്നു. എന്നാൽ ട്രംപ് പറഞ്ഞത് പരിശോധിക്കാതെ ബിജെപി കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബൈഡൻ ഭരണകൂടം ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം ഉയർത്താനായി 181 കോടി രൂപ നൽകിയെന്നും അത് ഇനി നിർത്തുകയാണെന്നും പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. തൊട്ടുപിന്നാലെ ഇത് കോൺഗ്രസിനാണ് കിട്ടിയതെന്നും വിദേശ ഫണ്ട് വാങ്ങി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും ബിജെപി ആരോപിച്ചു. വിവാദം കൊഴുക്കുന്നതിനിടെയാണ് ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് ഫാക്ട് ചെക്കിൽ ഈ പണം നൽകിയത് ഇന്ത്യക്കല്ല ബംഗ്ലാദേശിനാണെന്ന് തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യക്ക് 181 കോടി രൂപ നൽകിയതായി ഇതുവരെ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ലെന്നതും ബംഗ്ലാദേശിന് 181 കോടി രൂപ US ഫണ്ട് കിട്ടിയതായി USAID ധാക്ക ഉപദേഷ്ടാവ് ലുബായിൻ മോസം സ്ഥിരീകരിച്ചതടക്കമാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് ബിജെപി തള്ളുന്നു. ജോർജ് സോറസിനെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്ക് കിട്ടിയ പണത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം നിശബ്ദത പാലിക്കുകയാണെന്ന് ബിജെപി നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു. ഈ പണം വാങ്ങിയാണ് ഇന്ത്യക്കെതിരെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും ബിജെപി ആരോപിച്ചു. അസംബന്ധമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദത്തോടുള്ള കോൺഗ്രസ് പ്രതികരണം. ട്രംപിന്റെ വാക്കുകേട്ട് വസ്തുതകൾ പരിശോധിക്കാതെ ബിജെപി കള്ളങ്ങൾ പടച്ചുവിടുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. എന്തായാലും അമേരിക്ക പണം തന്നോ ഇല്ലയോ എന്നതിൽ തർക്കം തുടരുകയാണ്. ഇന്ത്യക്ക് പണം കിട്ടിയെങ്കിൽ എന്ന്, ആർക്ക് കിട്ടിയെന്നതിലടക്കം ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.